അനു സിത്താര എന്നോട് പറയണ്ടായി, എനിക്കിങ്ങനൊരു ഫോൺ വന്നു, ഞാൻ ആദ്യമൊക്കെ ഡാൻസ് ഒരു വീഡിയോ അയച്ച് തരാൻ പറഞ്ഞ് ഞാൻ അയച്ചു കൊടുത്തു. പക്ഷെ എന്നെ പിന്നീട് വിളിച്ചു. അപ്പം ഞാൻ പോയി എന്ത് പറയണം എന്ന് അറിഞ്ഞൂടെ. എനിക്ക് മുന്നേ എൻ്റെ ഹസ്ബൻഡ് യെസ് പറഞ്ഞു. പക്ഷെ അതിനിടയിൽ ശ്രീജിത്ത് കയറി പറഞ്ഞു. സത്യത്തിൽ നോ പറയാൻ നേരിട്ട് കണ്ട് കൺവിൻസ് ചെയ്ത് നോ പറയാൻ വേണ്ടി ആയിരുന്നു സംവിധായകൻ വെച്ചിരുന്നത്. എങ്ങനെയാണ് പിന്നെ അല്ല ഇതാണ് അനുവാണ് മാലിനി എന്ന് തിരിച്ചറിഞ്ഞത്? അത് മാലിനി ഇതിൽ വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്യാരക്ടറാണ്. അത് ഇപ്പോൾ പുതിയ ആളെ കാസ്റ്റ് ചെയ്യുക എന്ന് പറയുന്നതിന് ഭയങ്കരമായിട്ടുള്ള റിസ്ക്കാണ് ആ സിനിമ. ഞാൻ 2012 കഥ ആലോചിച്ച് തുടങ്ങി എന്ന് പറയുന്ന സമയം തൊട്ട് ഒരുപാട് ലീഡിങ് ആക്ടേഴ്സ്, ഫീമെയിൽ ആക്ടേഴ്സിനോട്, സുഹൃത്തുക്കളോടും എല്ലാത്തവരോട് ഒരുപാട് ഡിസ്കസ് ചെയ്തിട്ടുള്ള കഥയാണ്. അത് ചെയ്യാൻ അവർക്കൊക്കെ ഒരുപാട് താല്പര്യമായിരുന്നു. പക്ഷേ എനിക്ക് സിനിമ ചെയ്യാൻ തുടങ്ങിയ സീരിയസ് ആയിട്ട് ചെയ്യാൻ ആലോചിച്ചപ്പോൾ എനിക്ക് ആദ്യം മനസ്സിലായ ഒരു കാര്യം, അവരൊന്നും വെച്ച് വർക്കാവില്ല എന്നുള്ളതാണ്. ഇറ്റ് ഡിമാൻഡഡ് എ ന്യൂ ഫേസ്. അത് അവർ തരുന്നൊരു ഫ്രഷ്നെസ് ഒരിക്കലും വേറെ ആൾ കൊണ്ടുവരാൻ പറ്റില്ല. അപ്പോൾ ഇത് കൊണ്ടുവരുന്ന ഒരാൾ ആരും ഉണ്ടാവും, അങ്ങനെ ഒരാൾ വേണ്ടേ ഇങ്ങനത്തെ ഒരു റോൾ അഭിനയിച്ച് ഫലിപ്പിക്കാൻ, എക്സ്പീരിയൻസ് ഇല്ലാതെ. അതായത് ഏറ്റവും വലിയ ടാസ്ക് എന്ന് പറഞ്ഞാൽ വലിയൊരു ഹണ്ടാണ് ആളെ കണ്ടുപിടിക്കാൻ വേണ്ടി നടത്തിയത്. ഒന്നും ശരിയാവുന്നുണ്ടായിരുന്നില്ല. ചിലരെയൊക്കെ ഞാൻ ഫ്ലൈറ്റിലൊക്കെ ഇരുന്ന് വിളിച്ച് ഇറക്കി കൊണ്ടുവന്ന് ഓഡീഷനൊക്കെ ചെയ്ത അവസ്ഥകൾ വരെ ഉണ്ടായിട്ടുണ്ട്. ശരിയാവുമെന്ന് വിചാരിച്ചു. ചില ഡാൻസേഴ്സ്, ഇവരൊരു ഡാൻസറാണ് ബേസിക്കലി, അപ്പോൾ പല ഒറിജിനൽ ഡാൻസേഴ്സിനെയൊക്കെ ഒരുപാട് പേര് ട്രൈ ചെയ്തു. ഒന്നും അങ്ങ് ശരിയായില്ല, കാരണം നമുക്കൊരു കോൺഫിഡൻസ് തോന്നുന്നില്ല. അപ്പോൾ ഇത് വളരെ അവസാന ഘട്ടത്തിലാണ് അനു വരുന്നത്. അപ്പോൾ അനുവിനെ കാസ്റ്റ് ചെയ്യേണ്ടതെന്ന് ഞാൻ ഓൾറെഡി തീരുമാനിച്ചിരുന്നു. അത് ശരിയാവുന്ന കേസല്ല എന്ന് എനിക്ക് തോന്നിയിരുന്നു. അത് ബിക്കോസ് അനുവിനെ കണ്ടിട്ടൊന്നുമില്ല. അപ്പം എന്നെ കണ്ടിട്ടുണ്ട്, പക്ഷേ ഞാൻ ശ്രദ്ധിച്ചിട്ടില്ല. എൻ്റെ ഒരു കുഴപ്പം അതാണ്. ഏതൊരു ഫംഗ്ഷനിൽ വെച്ച് കണ്ടു എന്നൊക്കെ അനു പറഞ്ഞു, ഞാൻ ശ്രദ്ധിച്ചിട്ടില്ല. അപ്പം അനു ഫോട്ടോ ഒക്കെ അയച്ചൊന്നും എനിക്കത് അവർക്ക് പറ്റും എന്നെനിക്ക് തോന്നുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ അനു എറണാകുളത്ത് എന്തോ ആവശ്യത്തിന് വേണ്ടി വരണ്ടായിരുന്നു, അപ്പോൾ കാണാമെന്ന് പറഞ്ഞു. അപ്പം അനുവിനെ നമ്മൾ നോ പറയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പോകുന്നത്. കുറച്ച് സമാധാനപരമായിട്ട് അങ്ങനെയൊന്നുമില്ല. അതിൻ്റെ ഒന്നും ഒരാളുടെ പറയാനിപ്പോൾ എന്താണ്, നമ്മൾ പിന്നെ പറയാമെന്ന് പറഞ്ഞിട്ട് പിന്നെ ശരിയായില്ല എന്ന് അത്രേ ഉള്ളൂ. അതിന് വലിയ കഥയൊന്നുമില്ല, സമാധാനിപ്പിക്കേണ്ട കാര്യമൊന്നുമില്ല. അങ്ങനെ പ്രതീക്ഷ കൊടുത്തിട്ടില്ല സമാധാനിപ്പിക്കാൻ. അപ്പോൾ അവർ വെറുതെ വന്നപ്പോൾ കാണാമെന്ന് പറഞ്ഞതാണ്. അപ്പോൾ അങ്ങനെ അനുവിനെ കാണാൻ പോകുന്നു. ഇപ്പോൾ ഞാൻ അല്ലെങ്കിൽ അവരെ വീട്ടിലൊക്കെ വിളിച്ചേനെ, കാര്യം നമുക്ക് സീരിയസ് ആയിട്ട് അതിനോട് ചിന്തിച്ചിരുന്നെങ്കിൽ. അപ്പോൾ ഞാൻ അവരോട് പറഞ്ഞു അവിടെ ഹോട്ടലിൽ വെച്ച് കാണാമെന്ന് പറഞ്ഞിട്ട് അവരും ഹസ്ബൻഡൊക്കെ അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ അപ്പോൾ ഡ്രൈവ് ചെയ്യുമ്പോൾ തന്നെ ഞാൻ ഒരാളെ ഫോൺ വിളിച്ചപ്പോഴൊക്കെ ഞാൻ പറഞ്ഞു, വെറുതെ കാണാൻ പോകണം, അത് ശരിയാവില്ല, നമുക്ക് മറ്റേ ഏതെങ്കിലും എസ്റ്റാബ്ലിഷ് ആളെ നോക്കാം, അതായിരിക്കും സേഫർ, ശരിയാവെന്ന് തോന്നുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ ഇങ്ങനെ അനുവിനെ കാണാൻ പോയി. അവരവിടെ ഇരിപ്പുണ്ടായിരുന്നു. ഞാൻ അവർ കണ്ട മൊമെന്റിൽ തന്നെ എനിക്ക് ഫീൽ ചെയ്തു ഇവർ ഈ മാലിന്യാണ് എന്നുള്ള ഒരു ഭയങ്കര ഇമ്പോർട്ടൻറ്റ് സാധനമാണ്. ഒരാൾ നമ്മൾ വേണ്ട നോ പറയാൻ പോയി മനസ്സ് വെച്ച് പോയിട്ട് അയാളെ കണ്ടപ്പോൾ തന്നെ അതും അനു ഭയങ്കര ഹെവിലി മേക്കപ്പ് ആയിട്ടൊക്കെ ഇരിക്കുകയായിരുന്നു. അതൊന്നും അല്ല ഈ ക്യാരക്ടർ. പക്ഷെ എങ്കിൽ പോലും അവർ കണ്ടപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ടുള്ള ഈ മാലിന്യാണെന്നുള്ള സംഭവം എനിക്ക് ഭയങ്കര ഫീൽ ചെയ്തു. അതൊരു ഗട്ട് ഫീലിംഗ് ആണ്, അത് എപ്പോഴും നമുക്ക് കിട്ടാറില്ല. അത് പിന്നെ അവരോട് സംസാരിച്ചപ്പോഴും എനിക്കത് തന്നെ ഫീൽ ചെയ്തു. ഞാൻ അവരോട് ചുമ്മാ ഒരു ഡയലോഗ് പറയാൻ പറഞ്ഞു. അവർക്ക് ഡയലോഗൊന്നും അതിന് മുമ്പോ എന്താ എസെൻസ് ഒന്നും അറിയില്ല. പക്ഷെ അവർ ആ ഡയലോഗ് വെറുതെ അപ്പം പറഞ്ഞപ്പോൾ തന്നെ അതിനൊരു 50-60-70% ഓക്കെ ആയിരുന്നത്. ആ മൂഡ് കറക്റ്റായിരുന്നു. അപ്പോൾ എനിക്ക് തോന്നി അവർക്ക് ചെയ്യാൻ പറ്റും. പിന്നെ അപ്പോൾ ഞാൻ അവസാനമായിട്ട് കഥയൊക്കെ പറഞ്ഞിട്ട് ചോദിച്ചത് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുമോ? പെണ്ണൊരു ഹസ്ബൻഡാണ് പറഞ്ഞ് ചെയ്യാൻ പറ്റുമോ എന്നുള്ളത്. അതും വലിയൊരു കോൺഫിഡൻസ്, അത് ഭയങ്കര കോൺഫിഡൻസ്. കാരണം ഹസ്ബൻഡ് ഫുൾ ടൈം കൂടെ ഉള്ളതാണ്. അപ്പോൾ അങ്ങനെ ഭർത്താവ് കൂടെ ഉണ്ടാവുമെന്ന് പറഞ്ഞൊരു ഭാര്യയ്ക്ക് ഭയങ്കര സപ്പോർട്ടാണ്. ഇത് അതൊക്കെ ആയിട്ട് ബന്ധമുള്ളൊരു കഥയും കൂടിയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് വന്ന് ഭവിക്കുന്നതാണ്, നമ്മൾ പ്ലാൻ ചെയ്യുന്ന ഒന്നുമല്ല. അത് നന്നായിട്ട് ചെയ്തിട്ടുണ്ടെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ഇനിയിപ്പോൾ പ്രേക്ഷകരാണ് കണ്ടു പറയുന്നത്.